ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മഹാഭാഗവതത്തിലെ ഭാഗം കാളിന്തി വിവാഹമാണ്. എത്ര പേർക്ക് ഈ കഥ അറിയാമെന്ന് അറിഞ്ഞുകൂടാ? എന്തായാലും അറിയാവുന്നവരും അറിഞ്ഞുകൂടാത്തവരും ക്ഷമയോടുകൂടി അവസാനം വരെ ഇരുന്ന് കേൾക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ കഥാഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം പറയണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു മണിയുടെ ചിഹ്നമുണ്ട്, അത് ഒന്ന് അമർത്തുമ്പോൾ ഓൾ എന്ന ബട്ടൺ ആയിരിക്കണം എനേബിളായി കിടക്കേണ്ടത്. എങ്കിൽ മാത്രമേ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ പ്രദോഷത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഭഗവത്ഗീതയുടെ വീഡിയോയും ഇടുന്നുണ്ട്. എല്ലാവരും ആ ഭാഗങ്ങളെല്ലാം കേട്ട് പ്രാർത്ഥിക്കണം, നാമം ജപിക്കണം. ഭഗവാന്റെ കഥകൾ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം ഭക്തിയുടെ മറ്റൊരു തലം തന്നെയാണ് എന്ന് ഭാഗവതത്തിൽ പല ഭാഗങ്ങളിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാളിന്തി വിവാഹത്തിലേക്ക് കടക്കാം. പാഞ്ചാലി സ്വയംവരത്തിനു ശേഷം ഭീഷ്മരുടെ മധ്യസ്ഥതയിൽ കുരുരാജ്യം രണ്ടായി പകുത്ത് പകുതി രാജ്യത്തിനവകാശം പാണ്ഡവർക്ക് വിട്ടുകൊടുത്തു. ഇന്ദ്രപ്രസ്ഥം രാജധാനിയാക്കി ധർമ്മപുത്രർ രാജാവായി അവിടെ വാഴുവാൻ തുടങ്ങി. അക്കാലത്ത് ഒരു ദിവസം മധ്യപാണ്ഡവനായ പാർത്ഥൻ തീർത്ഥാടനത്തിനു വേണ്ടി സന്യാസവേഷത്തിൽ ദേശസഞ്ചാരം ചെയ്യുന്നതിനിടയിൽ ദ്വാരകയിൽ വന്ന് കൃഷ്ണഭഗിനിയായ സുഭദ്രയെ അദ്ദേഹത്തിൻ്റെ രഹസ്യമായ അറിവോടും സമ്മതത്തോടും കൂടി വിവാഹം ചെയ്ത് ആരുമറിയാതെ അപഹരിച്ചു കൊണ്ടുപോയി. ബലരാമൻ അതറിഞ്ഞപ്പോൾ വളരെയധികം കോപിഷ്ഠനായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ സുഭദ്രയെ തൻ്റെ ശിഷ്യനും കുരുകുലത്തിൻ്റെ അധിപനുമായ ദുര്യോധനനെ കൊണ്ട് പാണിഗ്രഹണം ചെയ്യിക്കാനാണ് രോഹിണീപുത്രൻ തീരുമാനിച്ചിരുന്നത്. കൃഷ്ണൻ തൻ്റെ നയപരമായ വശ്യമധുര വാക്കുകളാൽ ജ്യേഷ്ഠനെ സമാധാനപ്പെടുത്തി അങ്ങനെ ബലഭദ്രൻ്റെ കോപം ശമിപ്പിച്ചു. അനന്തരം വരദക്ഷിണയായി വിലയേറിയ പല സാധനങ്ങളും എടുപ്പിച്ചുകൊണ്ട് ബലരാമൻ അനുജനുമൊരുമിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി സുഭദ്രയെ കണ്ട് സന്തോഷിപ്പിച്ചു. ധർമ്മപുത്രാദികൾ രാമനെ ഏറ്റവും പൂജ്യമായ രീതിയിൽ സ്വീകരിച്ചു. പാണ്ഡവരുമായി വലിയ ലോഹ്യത്തിൽ ഏതാനും ദിവസം അവിടെ കഴിച്ചു കൂട്ടിയതിനു ശേഷമാണ് ബലരാമൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോയത്. കൃഷ്ണൻ കുറേ നാൾ കൂടി അർജുനൻ്റെ ആഗ്രഹപ്രകാരം ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചു. അക്കാലത്ത് ഖാണ്ഡവദഹനം നടന്ന വേളയിൽ ആ വനത്തിൽ ഒളിച്ചിരുന്ന മയൻ എന്ന അസുരശില്പിയെ പാർത്ഥൻ രക്ഷിച്ചതും പ്രത്യുപകാരമായി സ്ഥലജലഭ്രമം തോന്നത്തക്ക വിധമുള്ള ശില്പവൈചിത്രങ്ങളോടുകൂടിയ ഒരു അത്ഭുത സഭാതലം അവൻ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെ സ്ഥലജലഭ്രമം എന്ന് പറഞ്ഞത് നമുക്ക് നോക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ജലം ഉള്ളതായി തോന്നും, എന്നാൽ ശരിക്കും അവിടെ ജലം കാണില്ല. ജലം ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ജലം ഉണ്ടാവുകയും ചെയ്യും. ആ രീതിയിലുള്ള ഒരു അത്ഭുത സഭാതലമാണ് മയൻ നിർമ്മിച്ചു കൊടുത്തത്. ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം ഇന്ദ്രൻ്റെ മകനായ അർജുനനും ഒരുമിച്ച് കാനനത്തിൽ വേട്ടയാടുവാനായി പോയി. ആ സമയം ദാഹപരവശനായി തീർന്ന വിജയൻ കാളിന്തി നദിയിലിറങ്ങി വെള്ളം കോരിക്കുടിച്ച് കരയ്ക്കു കയറിയപ്പോൾ ദിവ്യ തേജസ്സോടു കൂടിയ ഒരു സുന്ദരീമണി അവിടെ നിൽക്കുന്നത് കണ്ട് ചോദിച്ചു, ദേവി, ഭവതി ആരാണ്? എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? എന്താണ് ഭവതിയുടെ
പേര്. അപ്പോൾ ആ സുന്ദരിയായ യുവതി ഇപ്രകാരം പറഞ്ഞു: ഞാൻ സൂര്യപുത്രിയായ കാളിന്തിയാണ്. ദേവകി നന്ദനനായ ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ കാന്തനായി വരണമേ എന്ന് അന്തരംഗത്തിൽ സദാ ചിന്തിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ വ്രതമനുഷ്ഠിച്ചു ജീവിക്കുകയാണ്. അദ്ദേഹം എൻ്റെ പ്രാണപതിയായി തീരുന്നില്ല എങ്കിൽ ജീവൻ വെടിയുവോളം ഞാനിവിടെ വ്രതമനുഷ്ഠിച്ച് അടുത്ത ജന്മത്തിലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മവല്ലഭയായി തീരും. അതിനുവേണ്ടി എൻ്റെ താതനായ ആദിത്യദേവൻ എന്നെ ഇവിടെ താമസിക്കുവാൻ അനുവദിച്ചിരിക്കുകയാണ്. കാളിന്തിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ അർജുനൻ ചോദിച്ചു: ദേവി, അദ്ദേഹത്തെ അറിയുമോ? ഇത് കേട്ടപ്പോൾ കാളിന്തി പറഞ്ഞു: അമ്പാടിയും വൃന്ദാവനവും എൻ്റെ തീരത്തുള്ള പുണ്യസ്ഥലങ്ങളാണ്. അവിടെയാണല്ലോ ബാല്യകാലത്ത് ഭഗവാൻ അത്ഭുത ലീലകളാടിയത്. ഈ നദിയും ഞാനും ഒന്നു തന്നെയാണ്. ഇതിൻ്റെ അതിദേവതയാണ് ഞാൻ. എൻ്റെ നാമത്തിൽ കൂടിയാണ് യമുനയുടെ ഈ ഭാഗത്തിന് കാളിന്തി എന്ന പേരുണ്ടായത്. ഇപ്രകാരമുള്ള ആ സുന്ദരിയുടെ വാക്കുകൾ കേട്ട് അർജുനൻ വാസുദേവന്റെ അടുക്കൽ ചെന്ന് സർവവിവരങ്ങളും ധരിപ്പിച്ചു. പ്രേമസ്വരൂപനായ ഭഗവാൻ തൽക്ഷണം തന്നെ പ്രേമരസം തുളുമ്പുന്ന മനോഹരമായ മന്ദഹാസം പൊഴിച്ചുകൊണ്ട് ആ മതിമുഖിയുടെ അടുത്തെത്തി അവളുടെ മൃദുകളേബരം തൻ്റെ കരപല്ലവങ്ങളാൽ തടവി ആനന്ദിപ്പിച്ച് രഥത്തിൽ എടുത്തു കയറ്റി അർജുനനും ഒരുമിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോന്നു. കാളിന്തിയും ഒരുമിച്ച് കായാമ്പൂവർണ്ണൻ 4 മാസം അവിടെ താമസിച്ചു. അനന്തരം ദ്വാരകയിലെത്തിയപ്പോൾ പുരവാസികൾ അത്യാഡംബരപൂർവം അവരെ എതിരേറ്റ് സ്വീകരിച്ചു. ഒരു ശുഭമുഹൂർത്തത്തിൽ അവരുടെ വിവാഹവും ഭംഗിയായി നടന്നു. ഇനി ഭഗവാന്റെ മറ്റൊരു വിവാഹം, മിത്രവിന്ദാ പരിണയം. ആ കഥ നമുക്ക് നോക്കാം. വസുദേവരുടെ അനുജത്തിയും എന്നാൽ കുന്തിയുടെ ജ്യേഷ്ഠത്തിയുമായ രാജാദിദേവിയുടെ മകളാണ് മിത്രവിന്ദ. അവൾ കൃഷ്ണമഹിമകൾ കേട്ട് അദ്ദേഹത്തിൽ അനുരക്തയായി. പല രാജാക്കന്മാരും അവളെ പാണിഗ്രഹണം ചെയ്യാൻ മോഹിച്ചു വന്നിട്ട് അവൾ ആരെയും സ്വീകരിച്ചില്ല. സ്വയംവരം നിശ്ചയിച്ച് അനവധി രാജാക്കന്മാരെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവൾ ആരുടെയും കഴുത്തിൽ വരണമാല്യം ചാർത്തിയില്ല. താൻ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്തു പൂജിക്കുന്ന കൃഷ്ണനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കുന്നതല്ല എന്ന് അവൾ അമ്മയെ ധരിപ്പിച്ചു. മകളുടെ ഈ മനോഗതം മാതാവായ രാജാദിദേവി ദ്വാരകയിൽ ദേവകി വസുദേവന്മാരെ അറിയിച്ചു. അതനുസരിച്ച് ദേവകി കൃഷ്ണനോട് പറഞ്ഞു: മകനെ, അച്ഛൻ്റെ അനുജത്തി ഒരു കാര്യം ഇവിടെ വന്നറിയിച്ചു. പാവം വളരെ സങ്കടപ്പെട്ടു കഴിയുകയാണ്. മകൾ മിത്രവിന്ദ പ്രായം തികഞ്ഞിരിക്കുന്ന അതിസുന്ദരിയായ ഒരു കുട്ടിയാണ്. പല രാജാക്കന്മാരും മോഹിച്ച് അവളെ വേളി കഴിക്കാൻ ചെന്നിട്ട് അവൾക്ക് ആരെയും തൃപ്തിയായില്ല. നിന്നെയല്ലാതെ മറ്റാരെയും ഭർത്താവായി സ്വീകരിക്കുകയില്ല എന്ന് അവൾ ശപഥം ചെയ്ത് ജീവിക്കുന്നു. ഇത് കേട്ടപ്പോൾ തൻ്റെ സ്വതസിദ്ധമായ മൃദുമന്ദഹാസം പൊഴിച്ചുകൊണ്ട് ഭഗവാൻ ചോദിച്ചു: ഞാൻ എന്തു ചെയ്യണം അമ്മേ? അപ്പോൾ ദേവകി ഇപ്രകാരം പറഞ്ഞു: എല്ലാം അറിയുന്ന എൻ്റെ മകനോട് എന്തു വേണമെന്ന് ഞാൻ എങ്ങനെ പറയാനാണ്? ഇപ്രകാരമുള്ള മാതാവിൻ്റെ വാക്കുകൾ കേട്ട് മന്ദഹസിച്ചുകൊണ്ട് മാധവൻ അവിടെ നിന്നും പുറപ്പെട്ടു. സഹോദരിയുടെ ആഗ്രഹവും അമ്മയുടെ ഉദ്ദേശവും മിത്രവിന്ദയുടെ ജ്യേഷ്ഠന്മാരായ വിന്ദാനുവിന്ദന്മാർ അറിഞ്ഞു. കൃഷ്ണനെ കൊണ്ട് അനുജത്തിയെ വിവാഹം കഴിപ്പിക്കുവാൻ വിന്ദനും അനുവിന്ദനും ഇഷ്ടമായില്ല. ഹസ്തിനപുരം യുവരാജാവും പ്രശസ്തനുമായ ദുര്യോധനനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാനാണ് അവർ ആഗ്രഹിച്ചത്. അതനുസരിച്ച് മിത്രവിന്ദയുടെ വേളി നിശ്ചയിച്ച് അതിനുവേണ്ട ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. സ്വയംവരം എന്ന വ്യാജേന ബലമായി അവളെ ദുര്യോധനനെ കൊണ്ട് പാണിഗ്രഹണം ചെയ്യിപ്പിക്കുവാനാണ് അവർ തീരുമാനിച്ചത്.
ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരും പ്രഭുജനങ്ങളും പൗരാവലികളും പന്തലിൽ വന്നു നിറഞ്ഞു. സർവാലങ്കാര വിഭൂഷിതനായി ദുര്യോധനനും വിവാഹമണ്ഡപത്തിൽ ചെന്ന് ഉപവിഷ്ടനായി. വധുവിനെ അലങ്കരിച്ചു പന്തലിലേക്ക് കൊണ്ടുവരുന്ന സമയമാണ്. ചെന്താമരക്കണ്ണൻ പെട്ടെന്ന് പന്തലിൽ പ്രവേശിച്ച് മിത്രവിന്ദയെ ബലമായി പിടിച്ച് തൻ്റെ രഥത്തിലിരുത്തി. അതുകണ്ട് രാജാക്കന്മാർ പലരും യുദ്ധത്തിനൊരുങ്ങിയെങ്കിലും രാജീവലോചനൻ അവരെ നിശ്ശേഷം തോൽപ്പിച്ച് ഓടിച്ചു. വിന്ദനും അനുവിന്ദനും അരവിന്ദനയനന്റെ പാദങ്ങളിൽ വീണ് ക്ഷമായാചനം ചെയ്തു. രുക്മിണിയെ എന്നതുപോലെ മിത്രവിന്ദയെയും ദ്വാരകയിൽ കൊണ്ടുവന്ന് ആഡംബരപൂർവം ഭഗവാൻ ശ്രീകൃഷ്ണൻ പരിണയം ചെയ്തു. ഹരേ കൃഷ്ണ. ഇനി മറ്റൊരു വിവാഹം, സത്യാസ്വയംവരം. കോസലാധിപനായ നഗ്നജിത്തിന്റെ നന്ദിനിയാണ് സത്യ. ഏറ്റവും ബലവീര്യമുള്ള രാജാവിനെ പരീക്ഷിച്ചറിഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് മകളെ പാണിഗ്രഹണം ചെയ്യിപ്പിക്കണമെന്നായിരുന്നു രാജാവിൻ്റെ നിശ്ചയം. ആ വിവരം നാനാ രാജാക്കന്മാരും അറിയത്തക്കവണ്ണം നാടുനീളെ പ്രഖ്യാപനവും ചെയ്തു. മതിച്ചു നിൽക്കുന്ന 7 കൂറ്റൻ കാളകളെ ഒരേ സമയത്ത് ഒന്നിച്ചു കെട്ടുന്ന വീരനാരോ അവനായിരിക്കും തൻ്റെ മകളെ നൽകുന്നത് എന്നായിരുന്നു നഗ്നജിത്തിന്റെ വിളംബരം. സത്യയുടെ ഭർതൃസ്ഥാനം മോഹിച്ച് വീരന്മാരായ പല രാജാക്കന്മാരും പന്തയം കണ്ട് പരിഭ്രമിച്ച് മടങ്ങിപ്പോയി. മത്തവാരണങ്ങളെ പോലെ മതിച്ചലറി കൊമ്പുകളും കുലുക്കിക്കൊണ്ടടുക്കുന്ന ആ കൂറ്റൻ വൃഷഭങ്ങളെ കണ്ടാൽ ആരും ഭയപ്പെടും. ചിലർ ആ വൃഷഭങ്ങളോട് ഏറ്റുമുട്ടി. പക്ഷേ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ചിലരുടെ കാലുകൾ ഒടിഞ്ഞു, ചിലരുടെ കൈകൾ തകർന്നു, ചിലരുടെ വയറുകൾ പിളർന്നു, ചിലരുടെ നാവുകൾ ഒടിഞ്ഞു, ചിലരുടെ നാഭികൾ കലങ്ങി. അങ്ങനെ ആർക്കും ആ കാളകളോട് ജയിക്കാൻ കഴിഞ്ഞില്ല. ഈ കണക്കിന് രാജകുമാരി കെട്ടാച്ചരക്കായി മൂത്തു നരച്ചിരുന്നു പോവുകയുള്ളൂ. ഇങ്ങനെയൊരു ആളെക്കൊല്ലി പന്തയം വല്ലയിടത്തും കേട്ടിട്ടുണ്ടോ? കാളവാഹനനായ പരമശിവന് പോലും ഇത് സാധ്യമല്ല. രാജാവിന് ഭ്രാന്താണ്. ഈ വിധം ബഹുജനങ്ങളും പറയുവാൻ തുടങ്ങി. ദ്വാരകയിൽ ഭഗവാൻ ഈ വിവരം കേട്ടു. അപ്പോൾ അർജുനനും അടുത്തുണ്ടായിരുന്നു. സുഭദ്രാർജുന വിവാഹം കഴിഞ്ഞ് ബന്ധുസമാഗമാർത്ഥം പാർത്ഥൻ ദ്വാരകയിൽ താമസിക്കുന്ന കാലമായിരുന്നു. വിജയ, നമുക്കും ഒന്ന് പോയി പരീക്ഷിച്ചു നോക്കരുതോ? പറ്റുമെങ്കിൽ പറ്റട്ടെ എന്ന് കൃഷ്ണൻ പറഞ്ഞതിനോട് അർജുനൻ യോജിച്ചു. അതനുസരിച്ച് അവർ രണ്ടുപേരും കൂടി കോസലത്തിലേക്ക് പുറപ്പെട്ടു. ദ്വാരകാപതിയുടെ ആഗമനമറിഞ്ഞ് നഗ്നജിത്ത് അദ്ദേഹത്തെ ബഹുമാനപൂർവം സ്വീകരിച്ച് രാജോചിതമായ വിധം സൽക്കരിച്ചു. തോഴികളുടെ ഇടയിൽ നിന്നിരുന്ന സത്യ ആഴിവർണ്ണന്റെ അഴകുകണ്ട്, ദേവി കാർത്യായനി, ഇദ്ദേഹം എന്നെ വേളി കഴിക്കുവാൻ കനിഞ്ഞ് അനുഗ്രഹിക്കണമേ എന്ന് മനസ്സു നീറി പ്രാർത്ഥിച്ചു. കാളകളെ ബന്ധിക്കുവാൻ യാദവകൃഷ്ണൻ വന്നിരിക്കുന്നു. ഇതു കേട്ട് ആളുകൾ തിങ്ങിക്കൂടി. അക്കൂട്ടത്തിൽ അംഗഭംഗം വന്നതുമൂലം ചികിത്സയിൽ അവിടെ താമസിച്ചു കൊണ്ടിരുന്ന രാജാക്കന്മാരും ഉണ്ടായിരുന്നു. കാളകളുമായി നേരിടാൻ സമചതുര രംഗത്തിലേക്ക് കാളമേഘവർണ്ണൻ ഒരു കളകോമള മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് മന്ദം മന്ദം നടന്നു ചെന്നു. തത്സമയം കൂടുകൾ തുറന്ന് വൃഷഭങ്ങളെയും പുറത്തേക്ക് വിട്ടു. ചാടി കയർത്ത് മുക്കുറ ഇട്ടുകൊണ്ട് ആ കാളകൾ കാട്ടുപോത്തുകളെ പോലെ ഭൂമി കിലുങ്ങുമാറു കുതിച്ചു മുമ്പോട്ടടുത്തു. മായാമയൻ തൻ്റെ മായാശക്തിയാൽ 7 ഉഗ്രരൂപങ്ങൾ പൂണ്ട് അവരുടെ മുമ്പിലേക്ക് എടുത്തു ചാടി ആകാശം ഭേദിക്കുമാറ് ഒന്നലറി. ആ ഗർജനം കേട്ട് കാളകൾ വിരണ്ടു. അവർ കരഞ്ഞു. മദം കെട്ട് മലമൂത്രങ്ങൾ വിസർജിച്ച് അവർ സ്തംഭിച്ചു. ദാമോദരൻ വീണ്ടും 7 കൃഷ്ണരൂപം പൂണ്ട് 7 കാളകളെയും ഒരേ സമയത്ത് തൻ്റെ കയ്യിലിരുന്ന 7 പൂമാല്യങ്ങളായ ദാമങ്ങൾ കൊണ്ട് ബന്ധിച്ചു. ഭഗവാൻ 7 ഉഗ്രരൂപം പൂണ്ടതും വീണ്ടും 7 കൃഷ്ണരൂപം പ്രാപിച്ചതുമൊന്നും മായയാൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിഞ്ഞതുമില്ല.
ഒരു കൃഷ്ണൻ ഒരേ സമയത്ത് 7 കാളകളെ ഒപ്പം ബന്ധിച്ചതായിട്ടേ മറ്റുള്ളവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. 7 കാളകളെയും ഒരേ സമയത്ത് ഒപ്പം ബന്ധിച്ച് പന്തയത്തിൽ ദ്വാരകാനാഥൻ കൃഷ്ണൻ ജയിച്ചിരിക്കുന്നു എന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് രാജസേവകന്മാർ പെരുമ്പറ മുഴക്കി. തത്സമയം കോമളാംഗിയായ സത്യ ഭരണമാല്യവും കരപല്ലവങ്ങളിൽ പിടിച്ചുകൊണ്ട് തോഴിമാരുടെ അകമ്പടിയോടുകൂടി രംഗത്തിൽ പ്രവേശിച്ച് രമാകാന്തൻ്റെ രമണീയമായ ഗളതലത്തിൽ അത് അണിയിക്കുന്നു. വെറും പൂമാല്യങ്ങൾ കൊണ്ട് ആ കൂറ്റൻ കാളകൾ 7നെയും ഒപ്പം ബന്ധിച്ച അത്ഭുത വിക്രമനായ കൃഷ്ണന്റെ മഹാത്മ്യങ്ങൾ മാലോകർ മാനത്തോളം പുകഴ്ത്തി. മകളുടെ വിവാഹം അത്യാഡംബരപൂർവം കോസല രാജാവ് ആഘോഷിച്ചു. സ്ത്രീധനമായി സ്വർണരത്നാദികളും വൻപിച്ച ദ്രവ്യവും ആനകൾ, കഴുതകൾ, രഥങ്ങൾ മുതലായവയും വിലയേറിയ പട്ടാമ്പരങ്ങളും പീതാംബരന് നരേന്ദ്രൻ സമ്മാനിക്കുന്നു. വിവാഹാനന്തരം സത്യയോടും പാർത്ഥനോടും കൂടി സത്യസ്വരൂപൻ രഥത്തിൽ കയറിയപ്പോൾ അസൂയാലുക്കളായി തീർന്ന ഏതാനും രാജാക്കന്മാർ അവരോട് യുദ്ധത്തിനായി വന്നെടുത്തു. വില്ലാളി വീരനായ വിജയന്റെ ശരങ്ങളേറ്റ് അവർ പരാജയപ്പെട്ട് പലായനം ചെയ്തു. 7ാമതായി ഭഗവാൻ ശ്രീകൃഷ്ണൻ പിതൃസോദരിയായ ശ്രുതകീർത്തിയുടെ മകൾ ഭദ്രയെ വിവാഹം കഴിച്ചു. അവൾക്ക് കൈകേയി എന്നൊരു നാമവും കൂടിയുണ്ട്. 8ാമതായി മദ്രരാജാവിൻ്റെ പുത്രി ലക്ഷണയെ കൃഷ്ണൻ വിവാഹം ചെയ്തു. അത് സ്വയംവരമായിരുന്നു. ജലത്തിൽ മത്സ്യാകൃതിയിൽ പ്രതിബിംബിച്ചുകൊണ്ടിരുന്ന ഛായയിൽ അമ്പെയ്ത് സാക്ഷാൽ മത്സ്യത്തെ വീഴ്ത്തി പന്തയത്തിൽ ജയിച്ചാണ് ഭഗവാൻ ലക്ഷണയുക്തയായ ലക്ഷണയെ പാണിഗ്രഹണം ചെയ്തത്. ജരാസന്ധൻ, ശിശുപാലൻ, ദന്തവക്ത്രൻ, നരകാസുരൻ മുതലായവർ ആ പന്തയത്തിൽ ജയിക്കുവാൻ ശ്രമിച്ചവരാണ്. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ 8 സുന്ദരികളെ പത്നിമാരായി സ്വീകരിച്ചു. ലക്ഷണയുടെ വിവാഹം നടക്കുമ്പോൾ കൃഷ്ണന് ഉദ്ദേശം 35 വയസ്സ് മാത്രം പ്രായം വരും. വീരസാഹസിക കൃത്യങ്ങളാണ് കൃഷ്ണന്റെ എല്ലാ വിവാഹങ്ങളുടെയും പിന്നിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്നത്. ഭഗവാൻ കംസ കാരാഗ്രഹത്തിൽ ജനിച്ചതും ഗോകുലത്തിൽ നന്ദഗോപകുമാരനായി വളർന്നതും ബാല്യപ്രായത്തിൽ പ്രൗഢകളും മുഗ്ധകളുമായ ഗോപികമാരുമായി യമുനാതടത്തിൽ രാസക്രീഡ ആടിയതും തൻ്റെ ഓടക്കുഴൽ നാദം കൊണ്ട് വൃന്ദാവനത്തെ പുളകം കൊള്ളിച്ചതും ഗോവർദ്ധന പർവ്വതം ഒറ്റക്കൈയിൽ കുടയായി പിടിച്ച് ദേവേന്ദ്രന്റെ അഹങ്കാരം അവസാനിപ്പിച്ചതും സ്നേഹമില്ലാത്തവനെ പോലെ യശോദ നന്ദഗോപന്മാരെയും ഗോപീഗോപന്മാരെയും വെടിഞ്ഞതും കംസനെ നിഗ്രഹിച്ചതും ജരാസന്ധനെ ഭയന്നിട്ടാണ് മധുരാപുരി വിട്ടോടിയതെന്ന് ഭാവിച്ചതും കംസപുത്രന്മാർക്ക് മധുരാപുരി നൽകുവാൻ അവസരമുണ്ടാക്കിയതും ലോകവൈകുണ്ഠമായ ദ്വാരകാപുരി നിർമ്മിച്ചതും ഭക്തോത്തമനും ദരിദ്രനുമായ അക്രൂരന് സ്യമന്തകമണി ലഭിക്കുവാനുള്ള കാരണമുണ്ടാക്കിയതും അതിനിടയിൽ അനവധി ദുഷ്ടന്മാരെ വധിച്ചതും 8 സ്ത്രീരത്നങ്ങളെ അവരുടെ സ്നേഹത്തെ മാനിച്ച് പത്നിമാരായി സ്വീകരിച്ചതുമെല്ലാം സർവശക്തനായ ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അത്ഭുതമായ മായാലീലകളാണെന്നേ നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. അരൂപിയായ ദൈവം സരൂപിയായി പ്രവർത്തിക്കുന്ന അത്ഭുത കർമ്മങ്ങളാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ. ഹരേ കൃഷ്ണ. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.